ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഉത്സവം വ്ളോഗിൻ്റെ ഡേ 7 ആണ് ഇന്ന്. അപ്പം നമ്മുടെ താലപ്പൊലിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം രാവിലെ ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞങ്ങളൊരു കുൽഫി വാങ്ങി. ഞങ്ങൾ രണ്ടുപേരും കുൽഫി ലവേഴ്സാണ്. അപ്പം ഞങ്ങൾ കുൽഫി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെ ആ വഴി മൊത്തം കുത്തുവിളക്ക് കത്തിച്ച് വെച്ചിട്ട് കുരുത്തോല പന്തലും കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദേവി കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, അതായത് ബാലകൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് ബാലകൻ്റെ വീടൊരു കുഞ്ഞു കുടിൽ പോലെയാണ്. അതാണ് ആ കുരുത്തോലപ്പന്തൽ. അപ്പോൾ ദേവിക്ക് ഇഷ്ടപ്പെടാതെ വരികയും ആ കുരുത്തോലപ്പന്തൽ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ട് പിന്നെ ദേവി അമ്പലത്തിലോട്ട് കയറുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. പിന്നെ ചോറൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ്, എല്ലാം ഒരുങ്ങി. അപ്പം ഇതാണ് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. ഇത് ഞാനൊരു കല്യാണത്തിന് പോയപ്പം ഇട്ട ഡ്രസ്സായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിയതിന് ശേഷം അമ്പലത്തിൽ പോയി. പിന്നെ രാത്രിയിലാണ് നമ്മൾ താലപ്പൊലി 7 മണി 7:30 ആയിക്കാണ് ഇറങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ എല്ലാ വട്ടവും നമ്മൾ അമ്പലത്തിൽ നമ്മൾ താലപ്പൊലി തിരിച്ച് കയറുമ്പോഴാണ് കുരുത്തോലപ്പന്തലൊക്കെ പൊളിക്കുന്നത്. പക്ഷെ ഇപ്പം തിരിച്ചായിപ്പോയി. അപ്പം നമുക്ക് കുരുത്തോലപ്പന്തൽ പൊളിക്കുന്ന വീഡിയോസ് ഒന്നും കിട്ടിയില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് താലപ്പൊലി എടുത്ത് ഇറങ്ങുന്നവർക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അപ്പം നമ്മൾ ശൈലമ്മടങ്ങെന്നാണ് ഇറങ്ങിയത്. അവിടെ നിന്നാണ് സാധാരണ ഇറങ്ങാറുള്ളത്. അപ്പം അവിടുന്ന് ഞാൻ, സഞ്ജന, സരിക, ഗൗരി, ശൈലേമൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അമ്പലത്തിൽ നിന്ന് താലപ്പൊലി അവിടെ നിന്നാണ് അങ്ങോട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കുരുത്തോലപ്പന്തൽ പൊളിക്കുന്ന വീഡിയോസ് ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ താലപ്പൊലിയുടെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെയാണ് ജോയിൻ ചെയ്യാൻ കയറുന്നത് കേട്ടോ. പിന്നെ കാവടി എടുക്കുന്നതൊക്കെ ഒരുക്കുകയാണ്. കാവടി ഘോഷയാത്രയൊക്കെ നമുക്ക് തോന്നുന്നത് തിങ്കളാഴ്ച ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി മുല്ലപ്പൂവൊക്കെ വെച്ച മുല്ലപ്പൂവിൻ്റെ പകുതിയും പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ താലപ്പൊലി എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ താലപ്പൊലി നമ്മുടെ അടുത്ത് വരുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചട്ടിവിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ജീവിതം വന്നിട്ട് അവിടെ അനുഗ്രഹിച്ചിട്ട് നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്തത്. പിന്നെ നമ്മൾ താലപ്പൊലി എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 4 അമ്പലത്തിൽ ചുറ്റി കറങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ അമ്പലത്തിൽ വന്ന് കയറുന്നത്. അപ്പം ഇതിൽ പറയുന്നത് ദേവി അവരുടെ എല്ലാവരെയും കണ്ട് സന്തോഷമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ മണവാളൻ, അതായത് ആ ഒരു ബാലകൻ്റെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ താലപ്പൊലിക്ക് എപ്പോഴും ഉള്ളതാണ് ഒരു മഴ. പക്ഷെ ഇന്ന് ഞങ്ങൾ അവിടെ അമ്പലത്തിനടുത്ത് അങ്ങോട്ട് കയറാൻ പോയപ്പോൾ ഒരു മഴ പെയ്ത് അത് മൊത്തം നശിപ്പിച്ച് മഴ. അങ്ങനെ പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോയി താലപ്പൊലി. പകുതി ആൾക്കാർ അമ്പലത്തിൽ ഓടിക്കേറി, പകുതി ആൾക്കാർ അവിടെ ഒരു വീട്ടിൽ ഓടിക്കേറി, ഞങ്ങളൊരു കടയിൽ ഓടിക്കേറി. പിന്നെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ കയറിയിട്ട് അവിടെ ചുറ്റി വലം വെച്ചിട്ട് താലവള വെച്ചു. പിന്നെ നമുക്ക് ഇനി കയറാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ജീവിതത്തോട് ഇനി കയറാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അവിടെ താലം വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വെളിക്കിറങ്ങി വന്നിട്ടുണ്ട്. അപ്പം അവിടെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പേ. പിന്നെ ഈ ജീവിത അമ്പലത്തിനടുത്ത് വരുമ്പോഴായിരിക്കും പാട്ട് തുടങ്ങുന്നത്. അപ്പം ദേവി ഭയങ്കര ദേഷ്യായിരിക്കും. പിന്നെ കാരണം ദേവി ഉദ്ദേശിച്ച പോലെ ആയിരിക്കത്തില്ല ബാലകൻ്റെ വീട്. ബാലകൻ്റെ വീട് തീരെ ചെറുതായിരിക്കും. അപ്പം അതൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടായിരിക്കും ദേവി പിന്നെ ദേവിയുടെ വീട്, അതായത് അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഭയങ്കര ദേഷിച്ചായിരിക്കും ദേവി വരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര അനുഗ്രഹമൊക്കെ ആയിരിക്കും. അതൊക്കെ എടുക്കാൻ പറ്റിയില്ല, കാരണം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന മൊമെൻ്റ്. അപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കമ്പമൊക്കെ ഉണ്ടായിരുന്നു, അതായത് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് ഞാനും ശൈലേമയും ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേര് അമ്പലത്തിലോട് കയറി. കാരണം എനിക്ക് മഴ ഇത്തിരി കൊണ്ടാൽ മതി, ഞാൻ തുമ്മലും പനിയൊക്കെ അപ്പം തുടങ്ങും. എനിക്ക് ഇപ്പോഴും ചെറിയ അസ്വസ്ഥതയുണ്ട്. അപ്പം ഞങ്ങളെല്ലാം അമ്പലത്തിൽ കയറിയിട്ട് ജീവിതം വരുമ്പോൾ നമ്മൾ താലം എടുത്ത് നിന്നാൽ മതി, ബാക്കിയുള്ളത് വലം വെച്ചിട്ട് അങ്ങ് വന്നോളൂ. പിന്നെ ഇത് നമ്മൾ രാവിലെ കണ്ടില്ലേ, കുത്തുവിളക്കും ആ ഒരു ശിവൻ്റെ ആ ഒരു ശിവലിംഗത്തിൻ്റെ ആകൃതിയിലുള്ള മറ്റേ ലൈറ്റ് കണ്ടില്ലേ, കൽവിളക്ക് കണ്ടില്ലേ. അപ്പം അതിൻ്റെ അടുത്ത് ദേവി വന്ന് അനുഗ്രഹിക്കുന്നതാണ്. അപ്പം അവിടെ പൂവൊക്കെ ഇട്ട് ആർപ്പുയറൊക്കെ വിളിച്ചതൊക്കെ ഭയങ്കര രസമാണ്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൂവൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ ഷോർട്സായിട്ട് മിക്കവാറും വരുന്നതായിരിക്കും.
താലപ്പൊലി എല്ലാം കഴിഞ്ഞു. ജീവിത അമ്പലത്തിൽ കയറാൻ കുറേ താമസം എടുത്തായിരുന്നു. പിന്നെ അവിടെ കിടന്ന് ഭയങ്കര തുള്ളല് കട്ടലൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് കുഴഞ്ഞു ഗൈസ്. എൻ്റെ കാലൊക്കെ ഒത്തിരി വയ്യായിരുന്നു. മൊത്തം കല്ല്, ടാറല്ല മറ്റേ കുഴിയായിരുന്നു. റോഡിൽ മൊത്തം കല്ല് കൊണ്ട് കാലൊക്കെ വയ്യാതായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസത്തെ വ്ലോഗ് ഏതാ? ഡേ 8 അല്ലേ. അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പം അതുവരെയായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഉത്സവം വ്ലോഗ് തീരാൻ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങളിതൊക്കെ എൻജോയ് ചെയ്തോ? അപ്പോൾ നിങ്ങളതൊക്കെ കമൻറ്റ് വഴി അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉത്സവം തീരാൻ പോവുകയാണ് ഗൈസ്. എനിക്കൊത്തിരി വിഷമമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ.